ഇന്ന് നമ്മളെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഒരു മാജിക് പൗഡറാണ്. വീട്ടിലുള്ള 3-4 സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പൗഡർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്ലീച്ചിങ് പൗഡറിനേക്കാളും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പൗഡറാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട് മുഴുവനും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും ടൈലിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന തുരുമ്പ് കറ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുഴൽക്കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്ലോസറ്റിലും അതുപോലെ തന്നെ വാഷ് ബേസിലുമൊക്കെ ഒരു മഞ്ഞ കളറിലുള്ള കറ പിടിക്കാറുണ്ടല്ലോ. ഇതൊക്കെ തന്നെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകാണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പിന്നെ മിക്ക വീട്ടിലും ഉള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ ഡോറുകളിൽ കരിമൺ പിടിക്കുന്നത്. ഒക്കെ നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്ലീച്ചിങ് പൗഡറിനേക്കായി നല്ല എഫക്റ്റ് ഉള്ള ഈ ഒരു മാജിക്കൽ പൗഡർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മുട്ടയുടെ തോടാണ് കേട്ടോ. ഇത് നല്ലതുപോലെ കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3-4 ടേബിൾ സ്പൂണോളം നമ്മുടെ ചായയുടെ പൊടിയാണ്. ചായപ്പൊടി നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വൈറ്റ് കളറിലുള്ള ക്ലോസറ്റും വാഷ് ബേസിനും ഒക്കെ നിറം മങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചായപ്പൊടിയുടെ ആ ഒരു വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല പുതുമ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു പിടി കല്ലുപ്പാണ്. കല്ലുപ്പ് തന്നെ എടുക്കണം കേട്ടോ, പൊടിയുപ്പ് എടുക്കരുത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് പൈസ കൊടുത്ത് വില കൂടിയ ബാത്റൂം ക്ലീനറുകളൊക്കെ വാങ്ങുന്നവരായിരിക്കും നമ്മളിൽ പലരും. അപ്പോൾ അതേ നിങ്ങൾ ഇതുപോലെ ഒരു പൗഡർ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. അധിക പൈസ ചിലവൊന്നുമില്ല. നമ്മൾ വലിച്ചെറിയുന്ന മുട്ടത്തോടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പൗഡർ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം സോപ്പ് പൊടിയാണ്. ഏത് സോപ്പ് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ ഒരു പൗഡർ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു പൗഡർ ഉപയോഗിച്ച് നിങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര നിറം മങ്ങിയതും പഴകിയതുമായിട്ടുള്ള ബാത്റൂം ആണെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ പോലെ തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട് കഴിയും. അതും നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകി ഒന്നും തന്നെ ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ മുട്ടത്തോടും ഉപ്പും മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തത് കൊണ്ട് മിക്സിയുടെ ബ്ലൈഡിന് നല്ല മൂർച്ച കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു നല്ല ടിപ്പാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത മാജിക്കൽ പൗഡർ ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു സെറാമിക് പ്ലേറ്റ് ആണ്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സെറാമിക്കിൻ്റെ ആയാലും പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും പാത്രങ്ങളൊക്കെ പെട്ടെന്ന് നിറം മങ്ങി പോകാറുണ്ടല്ലേ. അതുപോലെ തന്നെ മസാല കറകളൊക്കെ പറ്റി പിടിച്ചാലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പാടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു പൗഡർ കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് പാത്രങ്ങൾ കിട്ടും. നമ്മൾ തയ്യാറാക്കിയെടുത്ത പൊടിയിൽ ഉപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ഗ്ലൗസ് എവിടെയോ പോയി, ഞാൻ കുറേ നോക്കിയിട്ടും കിട്ടിയില്ല കേട്ടോ. വീഡിയോ എടുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കവർ യൂസ് ചെയ്തിട്ട് കഴുകിയെടുക്കുന്നത്. ഈ ഒരു പൊടി യൂസ് ചെയ്തിട്ട് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്യാം. ഇനി ഹാൻഡ് ഗ്ലൗസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ യൂസ് ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ അതേ നോക്കിയാൽ നമ്മുടെ പാത്രം നല്ല പോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പുതുതായിട്ട് വാങ്ങുന്ന ഒരു തിളക്കം നമ്മുടെ പാത്രത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പൊടി ഉപയോഗിച്ച് നമ്മുടെ കിച്ചൺ സിങ്കാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. കിച്ചൺ സിങ്കിലെ ഈ ഒരു ഭാഗത്ത് തുരുമ്പ് പിടിച്ചതുപോലത്തുള്ള ഒരു കറയുണ്ട്. ഈ ഒരു കറയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു പൗഡറിന് ബ്ലീച്ചിങ് പൗഡറിനേക്കായി നല്ല എഫക്റ്റാണ്. നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം ഒന്നും നിൽക്കേണ്ടതില്ല. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ക്രബ്ബർ പോലും യൂസ് ചെയ്യാണ്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും കിട്ടും. അപ്പം ഞാനിവിടെ കുറച്ച് പൗഡർ കിച്ചൺ സിങ്കിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ചത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നല്ല പുതിയതുപോലെ തന്നെ കിട്ടും. കാരണം ഈ ഒരു പൊടിയിൽ മുട്ടത്തോടിൻ്റെ ചെറിയ ചെറിയ തരികളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ചെറിയ ചെറിയ തരികളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒട്ടും തന്നെ പോറലൊന്നും വീഴത്തില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചായപ്പൊടിയാണ്. അത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് ആയാലും ക്ലോസറ്റ് ആയാലും അതുപോലെ തന്നെ വാഷ് ബേസിനായാലും നിറം മങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ഇതിലേക്ക് സോപ്പ് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഒക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഇട്ട് ഉരച്ച് കഴുകി എടുക്കുകയൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും.
ദേ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ കിച്ചൺ സിങ്കിലുണ്ടായിരുന്ന തുരുമ്പിൻ്റെ കറ വളരെ എളുപ്പത്തിൽ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് എഫക്റ്റീവാണ് നമ്മുടെ ഈ ഒരു പൗഡർ. തീർച്ചയായും ഇങ്ങനെ ഇരുമ്പിൻ്റെ കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പൗഡർ ഉപയോഗിച്ച് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കിച്ചൺ സിങ്കുകളൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ വേറൊരു ഗുണം കൂടിയുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മുട്ടത്തോടിൻ്റെ സ്മെല്ല് പാറ്റയ്ക്കൊന്നും പിടിക്കത്തില്ല. മിക്കപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് പാറ്റയൊക്കെ വരുന്നത് കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു ഹോൾ വഴിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ഇനി ഞാൻ സിങ്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയ എൻ്റെ കിച്ചൺ സിങ്കാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്ര എഫക്റ്റീവാണ് നമ്മൾ തയ്യാറാക്കിയെടുത്ത പൗഡറെന്ന്. ഒട്ടും തന്നെ ബ്രഷോ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്യാണ്ട് കൈ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ണാടി പോലെ തിളങ്ങുന്ന രീതിയിൽ ഈ ഒരു സിങ്ക് മാറ്റിയെടുത്തിരിക്കുന്നത്. മിക്ക വീട്ടിലും നമ്മൾ സിലിണ്ടർ വെക്കുന്ന ടൈലിൻ്റെ ഭാഗത്ത് തുരുമ്പ് വരാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു തുരുമ്പിൻ്റെ കറ മാറ്റിയെടുക്കാനും നമ്മളിപ്പം തയ്യാറാക്കിയെടുത്തിട്ടുള്ള പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് പൗഡർ നമ്മൾ തുരുമ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് നനച്ച് വെക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു തുരുമ്പിൻ്റെ ഒട്ടും തന്നെ അംശം ആ ഒരു ടൈലിലുണ്ടാവത്തില്ല. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. ദൈവം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ ആ ഒരു ലൈവായിട്ടുള്ള റിസൾട്ട് കാണുമ്പം മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവാണ് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഒരു പൊടി എന്നുള്ളത്. അപ്പം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കില്ലല്ലോ. ഇനി നമ്മൾ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് അടുത്ത എന്താണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അടുത്തത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് അഴുക്ക് പിടിച്ച് നിറം മങ്ങി തുടങ്ങിയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ്. കുഴൽക്കിണറിലേക്ക് വെള്ളം ഉപയോഗിക്കുന്ന വാഷ് ബേസിനായാലും ക്ലോസറ്റ് ആയാലും ചെറിയൊരു മഞ്ഞ കളർ വരാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു പൗഡർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ തയ്യാറാക്കിയെടുത്ത ഒരു പൗഡർ വാഷ് ബേസിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കൈ ഉപയോഗിച്ച് ഒന്ന് ഉരച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഞാൻ കഴുകിയതിന് ശേഷം ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നോക്കി എത്ര ക്ലിയർ ആയിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ടോയ്ലറ്റാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. ടോയ്ലറ്റിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ഭാഗത്തും ഉൾഭാഗത്തുമൊക്കെ നമ്മൾ ഈ തയ്യാറാക്കിയെടുത്ത പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു ഫ്ലഷ് പ്രസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ബാത്റൂം കിട്ടും. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലഷ് ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ബ്രഷ് ഒന്നും ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകി എടുത്തിട്ടില്ല. കാരണം എൻ്റെ ക്ലോസറ്റ് അധികം അഴുക്കുള്ളതായിരുന്നില്ല. ഇനി നിങ്ങളുടെ ക്ലോസറ്റ് നിറം മങ്ങി തുടങ്ങി ആ ഒരു മഞ്ഞ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പൊടി ഇട്ടതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കും. നല്ല കണ്ണാടി പോലെ പുതുമയോടുകൂടി തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാൻ ആ പൊടി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ബാത്റൂമിനുള്ളിലുള്ള ഡ്രെയിനേജിൻ്റെ ഭാഗത്തെ ഈ ഒരു തുരുമ്പിൻ്റെ കറയാണ് കേട്ടോ. കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ച് കഴുകി എടുക്കുന്നേ ഉള്ളൂ. ബ്രഷ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം നോക്കിയാൽ നല്ല നീറ്റായിട്ട് ആ ഒരു തുരുമ്പിൻ്റെ കറയൊക്കെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഒറ്റ പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട് മുഴുവനും ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളത്. ഇനി നമ്മുടെ ബാത്റൂമിനുള്ളിലുള്ള ഫ്ലോർ ടൈലായാലും അതുപോലെ തന്നെ വാൾ ടൈലായാലും സോപ്പും അതുപോലെ തന്നെ എണ്ണമെഴുക്കും ഒക്കെ പറ്റിയിട്ട് നിറം മങ്ങി തുടങ്ങാറുണ്ടല്ലേ. അത് ക്ലീൻ ചെയ്തെടുക്കാനും നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് പൊടി ഇതുപോലെ കയ്യിലേക്ക് ഇട്ടിട്ട് ടൈലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് ഉരച്ചെടുത്താൽ മതി. നല്ല നീറ്റായിട്ട് പുതിയ ടൈല് പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ ലൈവായിട്ട് റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കില്ലല്ലോ. ഇനി മിക്കവരുടെയും ബാത്റൂമിലെ ഡോറിൽ ഇതുപോലെ കറുത്ത കുത്തു വരാറുണ്ടല്ലേ. കരിമൻ തല്ലുക എന്നൊക്കെയാണ് നമ്മൾ കൊല്ലംകാർ പറയാറുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ തയ്യാറാക്കിയെടുത്ത പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഡോറ് നല്ലതുപോലെ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയെടുത്ത പൗഡർ ഇതുപോലെ ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ എത്ര കരിമൻ കുത്തി അഴുക്ക് പിടിച്ചിട്ടുള്ള ഡോറാണെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിച്ചെറിയുന്ന മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ബ്ലീച്ചിങ് പൗഡറിനേക്കാളും എഫക്റ്റുള്ള ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് വീട് മുഴുവനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതും 5 സ്റ്റാർ സ്റ്റൈലിൽ തന്നെ. അപ്പോൾ ഈ ഒരു പൗഡർ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കില്ലല്ലോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പം മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.